പ്രശാന്ത്, ഈ പറയുന്ന രീതിയിൽ ഒരു പത്മകുമാറിലേക്ക് തന്നെ എത്തുമ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധത്തിലാണ്. കടകംപള്ളിയുടെ പേരുയർത്തി എന്താണ് രാഷ്ട്രീയമായി നമുക്കൊരു പക്ഷേ ആരോപിക്കാം, അത് VD സതീശന് ആരോപിക്കാം, രമേശ് ചെന്നിത്തലയ്ക്ക് ആരോപിക്കാം. കാരണം ഇതിലെ ദൈവതുല്യർ എന്ന് പറയുന്ന പിണറായി വിജയനാണ്, അല്ലെങ്കിൽ പിണറായിലേക്ക് പോകുന്ന ഒരു കണ്ണിയാണ് ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രൻ അടക്കം. പക്ഷേ ഇവിടെ കോൺക്രീറ്റ് ആയിട്ടുള്ള എവിഡൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഈ അന്വേഷണത്തെ വളരെ കൃത്യതയോടുകൂടി വേണ്ടേ കാണാൻ. അവിടെ CPM-നെ സംബന്ധിച്ചോളം എന്താണ്, CPM ഇപ്പോഴും അഡ്മിറ്റ് ചെയ്യുന്നില്ല. പത്മകുമാറിൻ്റെ കാര്യം പോലും, പത്മകുമാറിൻ്റെ കാര്യത്തിൽ പോലും എന്താണ് വെയിറ്റ് ചെയ്യുകയാണ്, ലെറ്റർ സി എന്നുള്ള ഒരു സമീപനമാണ് എടുക്കുന്നത്. ഈ ദൈവതുല്യർ എന്ന് പത്മകുമാർ ഉദ്ദേശിച്ചത് തന്ത്രിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എനിക്കത് കേൾക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. കാരണം ശബരിമലയുടെ കാര്യമായതുകൊണ്ട് ദൈവതുല്യർ എന്ന് പറഞ്ഞതുകൊണ്ടും അങ്ങനെയാണെന്നാണ് മനസ്സിലാക്കുക. മാത്രമല്ല ഈ മഹസറിലെല്ലാം തന്നെ പൊതുവായിട്ട് ഒപ്പിട്ടിരിക്കും. ഇപ്പോൾ കട്ടളപ്പാളിയുടെ മഹസറിൽ തന്ത്രി രാജീവരുടെ പേരുണ്ട്, പക്ഷെ അദ്ദേഹം ഒപ്പിട്ടിട്ടില്ല. അപ്പോൾ അന്ന് ആ കേസിൽ അദ്ദേഹത്തെ പ്രതിയാക്കാത്തത് തന്നെ അതുകൊണ്ടാണ്. പക്ഷേ ദ്വാരപാല ശില്പത്തിൻ്റെ കാര്യത്തിൽ മഹസർ വരുമ്പോൾ അതിൽ തന്ത്രി മോഹനരുടെ മകൻ മഹേഷ് മോഹനൊരു പേരുണ്ട്, ഒപ്പിട്ടിട്ടുമുണ്ട്. അപ്പോൾ ഈ ദ്വാരപാല പാളിയുടെ കേസ് ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. ഒരു വശം വിശ്വസിക്കുന്നത് ഈ തന്ത്രി കുടുംബത്തിന് ഇക്കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നാണോ? അതല്ല, നമുക്കറിയാം ഇപ്പോൾ ഈ പറയുന്ന കണ്ഠര് രാജീവരുടെ മകന്റെ വിവാഹത്തിന് പോറ്റിയെപ്പെടുത്തി. അപ്പോൾ ഈ പലരുടെയും കൂടെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മുഖ്യമന്ത്രിക്കൊപ്പം ഉള്ള ഫോട്ടോയുണ്ട്, അല്ല എത്രയോ ആളുടെ പല പരിപാടികളിലും പോറ്റിയുടെ ഫോട്ടോ ചിത്രങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും വെച്ച് നമുക്കൊരു കുറ്റകൃത്യത്തിന്റെ പരിധിയിലേക്ക് അവർ വരുമെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഈ തന്ത്രി കുടുംബം ഇതിൽ എങ്ങനെ റോള് വഹിക്കുന്നു എന്നാണ്. ഈ പത്മകുമാറിന്റെ മൊഴികൾ മാത്രമല്ല, അത് ഈ ബന്ധം സാധൂകരിക്കുന്നത് മാത്രമല്ല, ഈ സ്വർണ്ണക്കൊള്ളയിൽ അവർക്കുള്ള പങ്ക് നേരിട്ടും തെളിവുകളുമായി ചേർത്ത് വെച്ചാൽ മാത്രമേ തന്ത്രി കുടുംബത്തെ ഇതിൽ, അല്ലെങ്കിൽ തന്ത്രിമാരെ ഇതിൻ്റെ ഭാഗമാക്കാൻ കഴിയൂ. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം സ്റ്റേറ്റ്മെൻറ്റ് നൽകി. അപ്പോൾ അതിനുശേഷം തന്ത്രിയോട് സംസാരിച്ച ചിലർ പങ്കുവച്ച കാര്യങ്ങളാണ്. അതെല്ലാം SIT മുൻപ് എത്രത്തോളം വന്നു എന്നറിയില്ല. കാരണം SIT മുൻപാകെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അതായത് ഞാനവിടെ പലപ്പോഴും അവർ തന്ത്രി മുറിയിലായിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഈ അനുജ്ഞ വാങ്ങിച്ചു, ഇതിൻ്റെ എല്ലാം അനുജ്ഞ വാങ്ങിയാണ് ഈ പ്രവൃത്തികളെല്ലാം ചെയ്തത് എന്നാണല്ലോ ബോർഡ് ഈ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ മാസ്റ്ററിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ പലപ്പോഴും എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് താൻ അറിയാതെയാണ് തൻ്റെ ഒപ്പും പേരും ഒക്കെ വാങ്ങിയാണ് തന്ത്രിമാരുടെ എന്താണ് പിന്നീട് എന്ന തരത്തിലുള്ള വിശദീകരണം അദ്ദേഹം കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഈ പത്മകുമാറിൻ്റെ മകനാണ് ഈ ഇതിൻ്റെ യോഗദണ്ഡിൻ്റെ അതുപോലെ തന്നെ രുദ്രാക്ഷത്തിൻ്റെ ഇത് വെള്ളി കിട്ടിയതായിരുന്നു. അത് പിന്നീട് സ്വർണം കിട്ടാൻ കൊടുത്തതിന് ശേഷം തിരിച്ചു വന്നത്, അതായത് ആദ്യം ഉണ്ടായിരുന്നത് തന്നെയാണോ ഇപ്പോൾ ഉള്ളത് എന്നതുപോലും അദ്ദേഹത്തിന് ഉറപ്പില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും അതെല്ലാം തന്നെ SIT റിപ്പോർട്ട് കോടതിയിലെത്തുമ്പോൾ ഒരു വ്യക്തത വരും. ഇനി രണ്ടാമത്തെ കാര്യം കടകംപള്ളിയുടെ കാര്യം. ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് നേരിട്ട് ദേവസ്വം ബോർഡിലേക്ക് ഇന്ന കാര്യം ചെയ്യണം എന്നൊരു ഉത്തരവ് അദ്ദേഹത്തിൻ്റെ വകുപ്പിന് കൊടുക്കാൻ സാധിക്കില്ല. ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് അദ്ദേഹത്തിന് നേരത്തെ ബന്ധമുണ്ട്. പക്ഷേ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ ദ്വാരപാല ശില്പത്തിൻ്റെ അല്ലെങ്കിൽ കട്ടളപ്പാളിയുടെ പണി ഏൽപ്പിക്കണം എന്ന് പറഞ്ഞൊരു ശുപാർശ കത്ത് അദ്ദേഹത്തിൻ്റെ പങ്ക് വെളിപ്പെടുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കുഴപ്പത്തിലോ അല്ല, ഒരു നിവേദനം കിട്ടുന്ന രീതിയിൽ, സാധാരണ ഒരു നിവേദനം കിട്ടുമ്പോൾ ആ നിവേദനം സാധാരണ ഇത് പരിശോധിക്കണം എന്ന് പറഞ്ഞ് സാധാരണ കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കടകംപള്ളി ഇതിൽ നേരിട്ട് കടകംപള്ളിക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് തെളിയിക്കപ്പെടാൻ പ്രയാസമായിരിക്കും. ഇപ്പം അതിനകത്ത് പ്രതീക്ഷ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം പത്മകുമാറിനെ ചോദ്യം ചെയ്യലെന്ന് പൂർത്തിയാക്കി. ഒരു പക്ഷേ പത്മകുമാറിൻ്റെ ചോദ്യം ചെയ്യലിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള മൊഴി പത്മകുമാറിൽ നിന്ന്, ഇപ്പോൾ ഈ കടകംപള്ളിയുടെ പേരും തന്ത്രിയുടെ പേരും ഒന്നും പറയുന്നത് അങ്ങനെ ഒരു ഗൗരവത്തിൽ അന്വേഷണ സംഘം എടുത്തിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം തന്ത്രിയുടെ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി ഒരു പക്ഷേ ഇങ്ങനെ സ്ഥാനം പറഞ്ഞുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രൻ്റെ മൊഴിയും ചിലപ്പോൾ രേഖപ്പെടുത്തിയേക്കാം, അത് രേഖപ്പെടുത്താനുള്ള സാധ്യതയുമുണ്ട്. മറ്റൊന്ന്, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ വിളിച്ചു വരുത്തി രണ്ടുപേരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്ന നടപടിയൊക്കെ ഉണ്ടായേനെ. പക്ഷെ അതൊന്നും ഉണ്ടായിട്ടില്ല. അതായിപ്പം ജനറൽ ആശുപത്രിയിൽ നിന്ന് പത്മകുമാറിനെ കൊല്ലം കോടതിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ റിമാൻഡിലേക്ക് പോകും. 3-ാം തീയതി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഏതാണ്ട് അന്വേഷണം അവസാനിക്കുകയാണ്. അതിൻ്റെ അടുത്ത സ്റ്റേജ് ഉണ്ടോ എന്നുള്ള കാര്യം ഇനി കോടതിയിലാണ്. പത്മകുമാർ ഇപ്പോൾ അന്വേഷണവുമായി സഹകരിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും അങ്ങനെ വേണമെങ്കിൽ പറയാം. കാരണം പത്മകുമാർ ഇതിന്റെ തുടക്കം മുതലേ അങ്ങനെ ഒരു സ്റ്റാൻഡാണ് എടുത്തിരിക്കുന്നത്. ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ട് വന്നിട്ടില്ല. പക്ഷേ വാസുവിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ അദ്ദേഹം പോവുകയും ചെയ്തു. പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വിശ്വാസമല്ലാത്തതുകൊണ്ടും തൃപ്തികരമല്ലാത്തതുകൊണ്ടാണ്, കോൺട്രഡിക്ഷൻ ഉള്ളതുകൊണ്ടാണ് പിന്നീട് വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പക്ഷേ പത്മകുമാറിനെ ഒരു തരത്തിലും ചോദ്യം ചെയ്യാൻ അദ്ദേഹം 2 തവണ നോട്ടീസ് കിട്ടിയിട്ടും പോയിട്ടില്ല. പിന്നീട് പോകുമ്പോഴേക്കും അത് അറസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കപ്പെടുന്ന സമയത്തേക്കാണ് അദ്ദേഹം പോകുന്നത്
നിന്നത് അവർ അറസ്റ്റും ചെയ്തു. കാരണം അദ്ദേഹത്തിനെതിരെ തെളിവായിട്ട് ആ മിനിറ്റ്സ് ബുക്ക് നിലനിൽക്കുകയാണ്. അതിനപ്പുറം അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ള ഭൂമി ഇടപാടിന്റെ രേഖകൾ, ITR രേഖകളൊക്കെ ഉണ്ട് അവരുടെ പക്കൽ. അപ്പോൾ അതിനൊന്നും ഉത്തരം പറയാതെ ഇതിനകത്ത് കൂടുതൽ ആളുകളുണ്ട്, ഞാനല്ല പോറ്റിയുടെ വക്താവ് എന്ന മട്ടിൽ കുറെ മൊഴിയൊക്കെ കൊടുത്ത് അത് സ്വാഭാവികമായിട്ടും വാർത്ത വരും. ഒരു പക്ഷേ അത് നമുക്ക് അന്വേഷണത്തിൽ, ക്രിമിനൽ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അന്വേഷണം ശരിയായ ദിശയിൽ തന്നെ പോവുകയാണ്. അത് ഇപ്പോൾ പ്രശാന്ത് പറഞ്ഞതുപോലെ ഈ തന്ത്രിയുടെ ഇടപെടൽ എന്ന് പറയുന്നത്, തന്ത്രിയുടെ ഒരു പക്ഷേ ഇതിനകത്ത് ഈ പാളികൾ സ്വർണം പൂശാൻ കൊടുക്കുന്നതിലൊന്നും തന്ത്രി ഇടപെടണമെന്നില്ല. അത് പക്ഷേ എപ്പോൾ എടുക്കണം, ഏത് സമയത്ത് എടുക്കണം, നട തുറന്നിരിക്കുമ്പോൾ എടുക്കണോ അല്ലാത്തപ്പോൾ എടുക്കണോ എന്നൊക്കെയുള്ള കാര്യത്തിൽ താന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങളുള്ളൂ. പക്ഷേ യോഗദണ്ഡിന്റെ കാര്യത്തിൽ യോഗദണ്ഡ് പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് അകത്ത് വന്നതിലും വ്യത്യാസമുണ്ടെങ്കിൽ അത് തന്ത്രിക്ക് ബോധ്യപ്പെടും. തന്ത്രി അതുണ്ടെങ്കിൽ പറയേണ്ടതുമായിരുന്നു. തീർച്ചയായും നമുക്ക് അടുത്ത ഘട്ടം വളരെ ഒരു ത്രില്ലായി മാറുന്നുണ്ട്. ഒരു കാര്യം, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലമാണ്, കടകംപള്ളിയെ ഒരു മൊഴിയെടുക്കാൻ വിളിച്ചാൽ പോലും അത് വലിയ രാഷ്ട്രീയ ഭൂകമ്പം ഉണ്ടാകും. എനിക്ക് അങ്ങനെ മൊഴിയെടുക്കാൻ വിളിപ്പിച്ചേക്കും എന്നുള്ള സൂചനകൾ ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും എന്തായാലും അത് ഉൾക്കിടലം ആർക്കൊക്കെ എന്ന ചോദ്യം പ്രസക്തമാകുമ്പോൾ തെളിവുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്.